ഹലോ, ഇന്ന് നമുക്ക് DIY ആയിട്ടുള്ള ജേർണൽ സപ്ലൈസ് വെച്ചിട്ട് ഒരു വിൻറ്റേജ് ജേർണലിങ് ചെയ്തെടുത്താലോ. എൻ്റെ അടുത്തുണ്ടായിരുന്നൊരു ക്ലിപ്പൊക്കെ ഞാൻ അതേപോലെ അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത് മാറ്റി, എനിക്കൊരു സുഖം തോന്നായിട്ട്. അപ്പോൾ ഇതേപോലുള്ളൊരു ഗ്രിഡ് ലൈൻസ് വരുന്ന ഒരിത് ഞാൻ ഒറ്റയ്ക്ക് തന്നെ DIY ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് നമ്മൾ ബേസ് കൊടുക്കുന്നത്. ഇത് ഓവർ സൈസ് ആയതുകൊണ്ട് തന്നെ കട്ടൊക്കെ ചെയ്ത് ഒന്ന് അതിൻ്റേതായ ലെവലാക്കിയിട്ട് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലുള്ള എല്ലാ സാധനങ്ങളും ഞാൻ DIY ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന സപ്ലൈസാണ് കേട്ടോ. അത് ഗ്ലൂ ഒക്കെ തേച്ചിട്ട് നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ബേസായിട്ട് ഇതാണ് കൊടുക്കുന്നത്. ഇത് നമ്മൾ തന്നെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന പ്രിൻറ്റഡ് പേപ്പേഴ്സ് ഇങ്ങനെ കട്ട് ചെയ്ത് അതിൻ്റെതായ ഷേപ്പിൽ നമുക്കിഷ്ടമുള്ള വലുപ്പത്തിലൊക്കെ അനുസരിച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കാറുണ്ട്. ഫസ്റ്റ് ഇത് അതേപോലെ ലെഫ്റ്റ് സൈഡിൽ ഇതേപോലെ ഒരു ഹാർട്ടിൻ്റെ പ്രിൻറ്റഡ് ആയിട്ടുള്ള പേപ്പർ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഞാൻ ചെയ്തത് പെയിൻറ്റ് വെച്ചിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞ് റൈറ്റ് സൈഡിൽ നമ്മൾ ബോൻ്റെ ഒരു പ്രിൻ്റഡ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതേപോലത്തെ ഒരു ബ്രൗൺ പേപ്പർ വെച്ചിട്ട് ഇത് ഞാൻ പെയിൻറ്റ് ചെയ്തെടുത്ത് തന്നെ കേട്ടോ. അതൊന്ന് ഇതേപോലെ ഒരു ഷേപ്പിലൊന്ന് കീറിയെടുത്തിട്ട് ഒട്ടിക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ള അല്ലറ ചില്ലറ സാധനങ്ങൾ അവിടെ ഇവിടെയായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഞാൻ പ്രിൻ്റ് എടുത്തിട്ട് വന്നിട്ട് അത് സെല്ലോ ടേപ്പ് വെച്ച് കവർ ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്ന സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ അതെടുത്തു. പിന്നെ ഞാൻ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഒരു ലേബിൾ മരത്തൊരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ ഇതേമാരത്തെ ഒരു ഗ്രിഡ് ഉള്ള ഒരു പേപ്പർ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് അതേപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. എല്ലാം ഇങ്ങനെ വെച്ച് നോക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഇതേമാരത്തെ വേറൊരു കളറുള്ള ഒരു ഗ്രിഡ് ഒരു നമ്മുടെ ഒരു ക്രീം കളറുണ്ടല്ലോ, അതേമാരത്തെ ഒരു കളറുണ്ട്. അപ്പോൾ ആ ഗ്രിഡൊക്കെ നമ്മളിങ്ങനെ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചിട്ട് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. എല്ലാം ഇങ്ങനെ അതിൻ്റേതായ സ്ഥലത്ത് ഇങ്ങനെ വെച്ച് ഞാനൊരു ബിഗിനറാട്ടോ. അപ്പോൾ എത്രത്തോളം എൻ്റെ ജേർണലിംഗ് ഒന്നും അടിപൊളിയാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാനൊരു ബിഗിനറായതുകൊണ്ട് തന്നെ അതിൻ്റേതായ കുറേ കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇഷ്ടമായിക്കുന്നെങ്കിൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യുക. അപ്പോൾ ബൈ.